ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടാന ആശുപത്രിയിലേക്ക് ഒരു പൊതിച്ചോറാണ്. ഒരു പൊതിച്ചോറ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിലെ കറികളോ ഒന്നുമല്ല എൻ്റെ കണ്ടൻറ്റ്. ഞങ്ങൾക്കും വണ്ടാന ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളും ഈ പൊതിച്ചോറിന് വേണ്ടി കാത്തു നിന്നിട്ടുമുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപാട് ഓട്ടം കഴിഞ്ഞിട്ടായിരിക്കും ചില ദിവസമല്ല എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് ഓട്ടം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു പൊതി ചോറിന് വേണ്ടി വന്ന് നിൽക്കുന്നത്. ഒരുപാട് ആളുകളുടെ ദയനീയാവസ്ഥ നമ്മൾ കണ്ടും കേട്ടും എല്ലാം അറിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസമാണ് ഈ വണ്ടാനം ആശുപത്രിയിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ. നമുക്ക് ഈ ഒരു പൊതിച്ചോറെന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അത്രയും ദിവസം അവിടെ കിടന്ന് മാനസിക ശാരീരികമായിട്ട് എല്ലാ ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു പൊതിച്ചോറെന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. ചില ദിവസത്തെ പൊതികൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ ചില ദിവസത്തെ പൊതികൾ നമ്മൾ കഴിക്കാൻ പോലും പറ്റാതെ എടുത്തുകൊണ്ട് കളയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. എന്നാൽ നല്ല വിശപ്പും കാണും, അല്ലെങ്കിൽ നമുക്ക് കൂടുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെയും ഒക്കെ നമ്മളത് കൊണ്ട് കളയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ചില ആളുകൾ ഈ പൊതിച്ചോറിനകത്ത് തന്നെ എല്ലാ കറികളും കൂടെ അതിനകത്ത് തന്നെ വെച്ച് പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, ഒഴിച്ചുകറി ഉൾപ്പെടെ അതിനകത്ത് ഒഴിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് നല്ല ആളുകൾ അതിൻ്റേതായ രീതിയിലും നല്ല രീതിയിൽ ആഹാരം കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മളാരെയും കുറ്റം പറയുന്നതല്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അവിടെ പലതരത്തിലുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് ചില ഫുഡുകൾ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ പല ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പം ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റാതെ കൊണ്ട് കളയേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പൊതിച്ചോറായിരിക്കും ഉച്ചക്കലത്തെ ഒരു നേരത്തെ ആഹാരം. നമ്മൾ ഒരുപാട് കറികൾ കൊടുക്കുന്നതിലല്ല കാര്യം, 2 കറിയുള്ളെങ്കിലും അത് നല്ല രീതിയിൽ കൊടുക്കുന്നതിലാണ് കാര്യം. അതുകൊണ്ട് അവർക്ക് ഉപകാരപ്രദമാകണം. എല്ലാ പ്രാവശ്യവും ഞാനും ഇതുപോലെ പൊതിച്ചോറിനകത്ത് തന്നെ തോരനും അച്ചാറും ഒക്കെ അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള കറികളൊക്കെ അല്ലാതെ കവറിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ എല്ലാം പ്രത്യേകമാണ് ആക്കിയത്. കാരണം എനിക്ക് വന്ന അനുഭവം ഇനി ഒരാൾക്ക് വരരുതെന്ന് ഞാൻ